ഇനി അടുത്തത് വൈറസ് ആർക്കിടെക്ചർ അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് വൈറസ്. അപ്പോൾ ഈ കാണുന്ന ഇമേജിൽ നമ്മൾ പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വൈറസിൻ്റെ മോർഫോളജിയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് വൈറൽ ക്യാപ്സിഡ് എന്താണെന്ന് നോക്കാം. ഒരു വൈറസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കോർ സ്ട്രക്ചർ എന്ന് പറയുന്നത് ന്യൂക്ലിയോ ക്യാപ്സിഡാണ്. എന്ന് വെച്ചാൽ ഒരു ന്യൂക്ലിക് ആസിഡും അതിന് ചുറ്റുമായിട്ട് ഒരു ക്യാപ്സിഡും കാണും. ക്യാപ്സിഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂക്ലിക് ആസിഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പ്രോട്ടീൻ കോട്ടാണ്. ഓക്കെ, അപ്പം ഈ ന്യൂക്ലിയോ ക്യാപ്സിഡിലപ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാവുക? ന്യൂക്ലിക് ആസിഡ് ഉണ്ടാവാം. ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്നത് DNA RNA ആവാം. ആൻഡ് ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ, അതിന് ചുറ്റുമായിട്ട് ഈ ജനറ്റിക് മെറ്റീരിയലിന് ചുറ്റുമായിട്ടൊരു പ്രോട്ടീൻ കോട്ടുണ്ട്. ആ പ്രോട്ടീൻ കോട്ടിന് പറയുന്ന പേരാണ് ക്യാപ്സിഡ്. അപ്പോൾ ക്യാപ്സിഡിൻ്റെ ഫങ്ഷൻ എന്താണ്? ഈ വൈറൽ ജനറ്റിക് മെറ്റീരിയലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അതായത് ന്യൂക്ലിയസ് എൻസൈംസ് ഉണ്ടായിരിക്കും. അതേപോലെ ഈ ജനറ്റിക് മെറ്റീരിയൽ നശിപ്പിക്കാൻ കഴിവുള്ള മറ്റ് എലമെൻറ്റ്സ് ഉണ്ട്. അതിൽ നിന്നെല്ലാം വൈറൽ ജീനോമിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ക്യാപ്സിഡിൻ്റെ പ്രധാന ഫങ്ഷൻ. മാത്രമല്ല ഇറ്റ് എയ്ഡ്സ് ഇൻ ട്രാൻസ്ഫർ ബിറ്റ്വീൻ ഹോസ്റ്റ് സെൽ. ഒരു ഹോസ്റ്റ് സെല്ലിൽ നിന്ന് മറ്റൊരു ഹോസ്റ്റ് സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ, അല്ലെങ്കിൽ ഓരോ ഹോസ്റ്റ് സെല്ലിലും ചെന്ന് അറ്റാച്ച് ചെയ്യാനായിട്ട് വൈറസിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ക്യാപ്സിഡാണ്. ക്യാപ്സിഡിൻ്റെ മോർഫോളജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 ജനറൽ മോർഫോളജിക്കൽ ടൈപ്സ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ ഈസ് ഐക്കോസാഹെഡ്രൽ. ഐക്കോസാഹെഡ്രൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, 20 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഒരുമിച്ച് ചേർന്നുണ്ടാവുന്ന ഒരു ഷേപ്പിനെയാണ് ഐക്കോസാഹെഡ്രൽ എന്ന് പറയുന്നത്. അതാണ് ഫസ്റ്റ് കാണിച്ചിട്ടുള്ളത്. അതല്ലെങ്കിൽ ഹെലിക്കൽ ഷേപ്പാണ്. അപ്പം ഹെലിക്കൽ ഷേപ്പ് എന്ന് പറയുമ്പം ഒരു സ്പൈറലി അറേഞ്ച്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻ സിലിണ്ടറും അതിൻ്റെ ഉള്ളിൽ ന്യൂക്ലിക് ആസിഡുമാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് രണ്ടുമാണ് ജനറൽ ആയിട്ടുള്ള ഒരു സിമിട്രി. ഇനി ഐക്കോസാഹെഡ്രലും ഹെലിക്കലും അല്ലാത്ത ഒരു ടൈപ്പ് ഓഫ് സിമെട്രി ഉണ്ട്. അതാണ് ബാക്ടീരിയോഫേജിൽ കാണുന്നത്. ബാക്ടീരിയോഫേജിൽ ടെയിലും പിന്നെ ബേസൽ പ്ലേറ്റ് സ്പൈക്കുകളൊക്കെ ഉണ്ട്. നാലാമത്തത് എൻവലപ്ഡ് വൈറസ് ആണ്. എൻവലപ്പ് വൈറസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂക്ലിയോ ക്യാപ്സിഡിന് ചുറ്റുമായിട്ട് ഒരു മെംബ്രെയിനസ് ലെയർ ഉണ്ടായിരിക്കും. അത് ഒരു റഫ്ലി സ്ഫെരിക്കൽ ഷേപ്പ്, ഒരു ബോളിൻ്റെയൊക്കെ ഷേപ്പിലാണ് കാണാൻ സാധിക്കുക. ക്യാപ്സിഡിൻ്റെ കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ന്യൂമറസ് പ്രോട്ടീൻ സബ് യൂണിറ്റ്. കുറേ പ്രോട്ടീൻ സബ് യൂണിറ്റുകൾ ഒന്ന് ചേർന്നാണ് ക്യാപ്സിഡ് ഫോം ചെയ്യുന്നത്. ഓരോ പ്രോട്ടീൻ സബ് യൂണിറ്റിനും പറയുന്ന പേര് പ്രോട്ടോമേഴ്സ് എന്നാണ്. 4ൽ കൂടുതൽ പ്രോട്ടോമേഴ്സ് ഒരുമിച്ച് വന്നാൽ അതിന് നമ്മൾ ക്യാപ്സോമേഴ്സ് എന്ന് പറയും. ചില വൈറസിൽ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു ക്യാപ്സിഡ് ഉണ്ടായിരിക്കില്ല. അത്തരം വൈറസിനെ നമ്മൾ പ്ലിയോമോർഫിക് അല്ലെങ്കിൽ എമോർഫിക് വൈറസ് എന്നാണ് പറയുക. ഇനി നമുക്ക് ഫങ്ഷൻസ് ഓഫ് ക്യാപ്സിഡ് നോക്കാം. അതിൽ ആദ്യത്തെ പോയിൻ്റ് പ്രൊട്ടക്ഷൻ ഓഫ് ന്യൂക്ലിക് ആസിഡാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ന്യൂക്ലിക് ആസിഡിനെ DNA ആണെങ്കിലും RNA ആണെങ്കിലും ഡിഗ്രേഡ് ചെയ്യാൻ സാധിക്കുന്ന ന്യൂക്ലിയേസസുകളുണ്ട്. അപ്പോൾ അത്തരം ന്യൂക്ലിയേസുകളിൽ നിന്നും അതേപോലെ തന്നെ ബാക്കി ഡിഗ്രേഡിങ് ഏജൻസിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ക്യാപ്സിഡിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ. രണ്ടാമത് അഡ്സോർബ്സ് ടു സെൽ സർഫസ് ആൻഡ് ഇൻട്രൊഡ്യൂസ് ദ വൈറൽ ജീനോം. ഒരു ഹോസ്റ്റ് സെല്ലിൽ ഒരു വൈറസിന് ചെന്ന് അറ്റാച്ച് ചെയ്യണമെങ്കിൽ അതിന് ഈ ക്യാപ്സിഡ് അത്യാവശ്യമാണ്. ക്യാപ്സിഡിലുള്ള സർട്ടൻ പ്രോട്ടീൻസ് ആണ് ഹോസ്റ്റ് സെല്ലിൻ്റെ സെൽ റിസപ്റ്റേഴ്സിൽ ചെന്ന് ലോക്ക് ചെയ്ത് അവിടെ ഒരു ബൈൻഡിങ് കൊണ്ടുവരുന്നത്. ഇനി മൂന്നാമത്തത് ഡിറ്റർമൈൻസ് ദ ആൻറ്റിജനിക് സ്പെസിഫിസിറ്റി ഓഫ് വൈറസ്. ഹോസ്റ്റ് സെല്ലിന് ഒരു വൈറൽ പാർട്ടിക്കിളിനെ തിരിച്ചറിയാനും റെക്കഗ്നൈസ് ചെയ്യാനും അതനുസരിച്ച് ഹോസ്റ്റിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്ത് ആ വൈറസ് ന്യൂട്രലൈസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നത് ഈ ക്യാപ്സിഡിലുള്ള പ്രോട്ടീൻ സബ് യൂണിറ്റ്സ് ആണ്. അടുത്തത് വൈറൽ എൻവലപ്പ്. സാധാരണ എല്ലാ വൈറസിലും അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ന്യൂക്ലിക് ആസിഡും അതിന് ചുറ്റും ക്യാപ്സിഡുമാണ്. ചില വൈറസിൽ ഈ ക്യാപ്സിഡിന് ചുറ്റുമായിട്ട് ഒരു എൻവലപ്പ് കാണാം, അതായത് ഒരു ഔട്ടർ മെംബ്രെയിൻ കവറിങ്. അപ്പം ഈ എൻവലപ്പ് ഫോം ചെയ്യുന്നത് ഹോസ്റ്റ് സെൽ മെംബ്രെയിൻ, അതിൻ്റെ ലിപ്പിഡ്സും വൈറസിൻ്റെ പ്രോട്ടീനും ചേർന്നിട്ടാണ്. അപ്പം ഇങ്ങനെ എൻവലപ്ഡ് ആയിട്ടുള്ള വൈറസ് എപ്പോഴും സ്പെരിക്കൽ ഷേപ്ഡ് ആയിരിക്കും. ഈ എൻവലപ്പിൽ നിന്ന് ഔട്ടർ പ്രൊജക്ഷൻസ് കാണാം. ആ പ്രൊജക്ഷന് പറയുന്ന പേരാണ് പെപ്ലോമേഴ്സ്.